എണ്ണ നിർത്തരുത്. ഇത്രയും ജനങ്ങൾ വാങ്ങുന്നത് ഈ എണ്ണ ജീവിച്ചിട്ടാണ്. എത്രയോ പൈസ ഹോട്ടലിൽ കൊടുക്കേണ്ടത് ഈ എണ്ണ നിർത്തിയാണ്. ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നിൽക്കാനും മന്ത്രി ദയവ് ചെയ്ത് ഇതാവണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് നിങ്ങളിപ്പോൾ കണ്ടില്ല എത്ര ആളുകൾക്ക് നിന്ന് ഭക്ഷണം വാങ്ങുന്നത്. ഇത്രയും ഉപകാരം ചെയ്യുന്ന സംഘടന DYFI എന്നല്ല ഏത് സംഘടന ചെയ്താലും ഇതൊരു വലിയ പുണ്യമാണ്. പാവപ്പെട്ട ഇവിടെ നിൽക്കുന്ന ഒരുപാട് രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ചെയ്യുന്ന സംവിധാനം. ഭക്ഷണ വിതരണം നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിവിടെ വർഷങ്ങളായിട്ട് തുടരുന്ന സംഗതിയാണ്. ഇവിടെ ഒരു മാസം 1.5 മാസമൊക്കെ ആയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ആശ്വാസമാണ് സംഭവം. അപ്പോൾ ഇത് മന്ത്രി ഇപ്പോൾ നടത്തിയ പ്രസ്താവന തീരെ നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നാ പറയാനുള്ളത്. എന്ത് സൊല്യൂഷനുള്ളത്? ബദൽ സംവിധാനം ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ ആണെങ്കിൽ അല്ലെങ്കിൽ ബദൽ സംവിധാനം വന്നതിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ തിരക്കില്ല. അങ്ങനെ സംവിധാനം ഇവിടെ വേറെ ഇല്ലല്ലോ. നിലവിലില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ പാവപ്പെട്ട ആളുകൾക്കുള്ള വലിയൊരു ആശ്വാസം നിൽക്കാൻ പാടില്ല. DYFI ഇത് തുടർന്നോട്ടെ എന്നല്ല, കൊടി കുത്തിക്കോട്ടെ. അതിനെന്താ കുഴപ്പം? കൊടി കുത്തിയിട്ട് എല്ലാവർക്കും വന്നാണ്ട് ചെയ്യാലോ.